പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ സന്ധ്യയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അവിടുത്തെ സാന്നിധ്യം തന്ന് സഹായിക്കണമേ എന്ന് ആഗ്രഹിക്കുക. പലയിടങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ജോലി അധ്വാനം എല്ലാം കഴിഞ്ഞ് പല വിധത്തിൽ ക്ലേശങ്ങൾ തരണം ചെയ്താണ് നമ്മളിവിടെ ഈ സന്ധ്യയിൽ എത്തിച്ചേരുന്നത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ദൈവികമായ നിലയിലേക്ക് ഉയരാൻ കഴിയുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരം മുഴുവനെ ഏറ്റെടുക്കണമേ. ഈ സമാപന സന്ധിയിൽ അങ്ങയുടെ സാന്നിധ്യം നിറയണമേ. തകർന്ന് വേദനിച്ച് രോഗിയായി ഭാരപ്പെട്ട് മനസ്സ് തളർന്ന് ആയിരിക്കുന്ന അങ്ങയുടെ മക്കളെ വചനത്താലും ആത്മാവിനാലും ശക്തിപ്പെടുത്തണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം വന്ന് നിറയണമേ. കർത്താവേ, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപകൾ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കണമേ. ശരീരത്തെയും മനസ്സിനെയും ഉണർത്തണമേ. ആത്മാവിലേക്ക് ദൈവികമായ ജ്ഞാനം പകരപ്പെടാൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കണമേ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി കാണിച്ചു തരുന്ന സ്വരം ഞങ്ങളെ അനുധാവനം ചെയ്യണമേ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയണമേ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പറഞ്ഞ ഹല്ലേലൂയാ. ഇരിക്കാം. സന്തോഷമാണോ? ആണോ? സന്തോഷമാണോ? നമ്മൾ ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കാ 15 മറന്നുപോയോ? നമ്മൾ ആദ്യത്തെ ദിവസം ലൂക്കാ 15-ന്റെ ആദ്യ ഭാഗമാണ് കാണാൻ ശ്രമിച്ചത്, കാണാതെ പോയ ആടിൻ്റെ ഉപമ. രണ്ടാമത്തെ ദിവസം കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഏതൊരു കാര്യം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൻ്റെ മുഴുവൻ താളവും നഷ്ടപ്പെടുമോ, ആ നാണയമാണ് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. ആ നാണയത്തിൻ്റെ പേരാണ് ക്രിസ്തു. ആ നാണയത്തിൻ്റെ പേരാണ് ദൈവം. അപ്പം അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇനി ഈ രണ്ട് ഉപമകളുടെ അനുബന്ധമായി ഈശോ അരുളി ചെയ്യുന്ന ഒരു വാചകം നമ്മൾ ഇന്ന് വായിക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കാ 15:7 ഉച്ചത്തി വായിക്കാം. ലൂക്കാ 15:7. വെരി ഗുഡ്. അതുപോലെ തന്നെ വായിച്ചു, ഉറക്കെ വായിച്ചു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും. ദൈവത്തിന് സന്തോഷമുണ്ടാകും. ഇതാണ് ഈ പറഞ്ഞ വാചകത്തിൻ്റെ പൊരുൾ. ദൈവത്തിനും സ്വർഗത്തിനും സന്തോഷമുണ്ടാകും. ഇത് തന്നെ വീണ്ടും അടുത്ത ഉപമയുടെ അവസാനത്തിലും ഇതൊരു സമ്മറി പോലെ പറഞ്ഞിട്ടുണ്ട്. വായിക്കാം 10-ാമത്തെ വാക്യം. ലൂക്കാ 15:10 ഉച്ചത്തി വായിക്കാം. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ വീണ്ടും പറയുകയാണ്, ദൈവദൂതന്മാർക്ക് സന്തോഷമുണ്ടാകും, സ്വർഗത്തിന് സന്തോഷമുണ്ടാകും, ദൈവത്തിന് സന്തോഷമുണ്ടാകും, ദൈവദൂതന്മാർക്ക് സന്തോഷമുണ്ടാകും. ഇനി മൂന്നാമത്തെ ഉപമ
കാണാതെ പോയ മകൻ്റെ ഉപമയാണ്. അതിന്ന് പറയാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അവസാന ഭാഗത്ത് ഈ ആശയം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അത് മാത്രം ഒന്ന് വായിക്കുകയാണ്. ലൂക്ക 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ലൂക്ക 15:22 മുതൽ വായിക്കാം. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഉച്ചത്തിൽ വായിക്കാമോ? ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. ഉറക്കെ വായിച്ചേ. എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. വീണ്ടും ഈ മൂന്നാമത്തെ കഥയിലും ആ ആശയമുണ്ട്. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒറ്റ കാര്യം ഇന്ന് സന്ധ്യയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചിന്തയുടെ ആധാരമായി എടുക്കുകയാണ്. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. ഇനി എന്നെ നിങ്ങൾ വളരെ ഗൗരവമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഉത്തരം ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്താണ് നമുക്കറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി? ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വഴികളുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താണ് വഴി? മുഴുവൻ ഈ ഭൂമിയിലെ മതബോധങ്ങൾ മുഴുവൻ, ഈ ഭൂമി കണ്ടെത്തിയിട്ടുള്ള എല്ലാ മതങ്ങളും ഒരു പരിധിവരെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം, ദൈവപ്രസാദത്തിന് എന്താണ് വഴി? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താണ് വഴി? എന്താണ് ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന പ്രവൃത്തി? മതങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് പല കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. മൃഗങ്ങളെ കുരുതി കൊടുത്താൽ സന്തോഷിക്കും എന്ന്, ദൈവം സന്തോഷിക്കുമെന്ന് കരുതിയ മതബോധങ്ങൾ. ഇനി ഒരു തങ്ങളുടെ മതത്തിൽ പെടാത്ത മറ്റൊരാളെ കൊന്നാൽ ദൈവത്തിന് സന്തോഷമുണ്ടാകും എന്ന് കരുതിയ മതങ്ങൾ. വിളക്ക് കത്തിച്ചാൽ, മെഴുകുതിരി കത്തിച്ചാൽ, നേർച്ച കൊടുത്താൽ, കാണിക്കവഞ്ചികളിൽ സ്തോത്ര കാഴ്ചയിട്ടാൽ ദൈവം പ്രസാദിക്കും എന്ന് കരുതിയ മതങ്ങൾ. ഇങ്ങനെ മതങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരു പരിധി വരെ നമ്മൾ അതിൻ്റെ ഇരകളുമാണ്. പക്ഷേ സുവിശേഷം, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സുവിശേഷം, ഈശോ പറഞ്ഞു തന്ന വചനം അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ബൈബിൾ പരിശോധിച്ചാൽ നമ്മൾ രണ്ട് കാര്യങ്ങളിൽ എത്തിച്ചേരും. ദൈവം പ്രസാദിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ബൈബിളും അലിച്ചു നോക്കിയാൽ ദൈവത്തിന് സന്തോഷമാകും, ദൈവം പ്രസാദിക്കും, ദൈവത്തിന് ഇഷ്ടപ്പെടും എന്ന് അസന്ദിഗ്ധമായി, സന്ദേഹങ്ങളില്ലാതെ, സംശയത്തിന് ലാഞ്ചനകളില്ലാതെ ബൈബിൾ അവതരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിട്ട് അതിൽ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ അല്പസമയം ചെലവഴിക്കും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് ഇതാണ്. എന്താണ് ദൈവത്തിന് പ്രസാദം നൽകുന്ന വചനം? പറയുന്നു, ഒരു വചനം വായിക്കും. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഹെബ്രായർ 11:6. ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അവിടെ കാണുകയാണ്. ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യം വായിക്കാം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാമോ? അപ്രകാരം എടുക്കപ്പെടുന്നതിന്, ഉച്ചത്തിൽ വായിക്കാമോ? ഹെബ്രായർ 11:6 എല്ലാവരും ഒന്ന് വായിക്കാമോ? വായിച്ചേ. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. അപ്രകാരം, ഇത് പറയുന്നത് ആരെ കുറിച്ചാണെന്നറിയാം? ഇത് ഹാനോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഹാനോക്ക് വിശ്വാസം മൂലം മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. അപ്പൊ ഹാനോക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ബൈബിൾ പറയുകയാണ്, അവൻ ദൈവത്താൽ എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു എന്നാണ്. ഉൽപ്പത്തി പറയുന്നത് അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഹി വർക്ക്ഡ് വിത്ത് ഗോഡ് എന്നാണ്. അവൻ ദൈവത്തോടൊപ്പം നടന്നു എന്നാണ്. എന്തു ആവട്ടെ, അപ്പോ ഈ ഹാനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു എന്ന് അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ്
അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. എങ്ങനെയാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത്? അടുത്ത വാക്യം, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. സാധ്യമല്ല, ഇംപോസിബിൾ എന്നാണ്. ഇംപോസിബിൾ. ദിസ് ഈസ് എ ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് കൃത്യതയാർന്ന ഒരു വാചകമാണ്, ഒരു പ്രസ്താവനയാണ്, ഒരു പ്രബോധനമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് കൃത്യമായി ഒരു സംശയത്തിനും ഇട കൊടുക്കാത്ത വിധം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വചനമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. It is impossible to please God without faith. Impossible. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ബൈബിൾ പറയുന്ന ആദ്യത്തെ കാര്യം ഏതാണ്? വിശ്വാസം. എന്നൊക്കെ പറഞ്ഞേ, വിശ്വാസം. ഒരിക്കല് യേശുവിൻ്റെ അടുത്ത് വന്ന് ചില ആളുകൾ ചോദിച്ചു, എന്താണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി? എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? അവർ ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മതത്തിന്റെ ചോദ്യമാണത്. ഞങ്ങൾ എന്ത് ചെയ്യണം? മതം ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം നമുക്ക് ചെയ്താലേ ഒരു സമാധാനമേ ഉള്ളൂ. ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ ഒരു സമാധാനം ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പറയും, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെ ഞങ്ങളുടെ കുടുംബത്തിലെ അകാല മരണം, ഞങ്ങളുടെ കുടുംബത്തിലെ അടിക്കടി ആത്മഹത്യ, അല്ലെ കുടുംബത്തിൽ ഇങ്ങനെ എല്ലാ കുടുംബത്തിലും ഡിവോഴ്സ്. എന്നാളെ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, ഒരു കുടുംബത്തിൽ ആ സഹോദരന്മാരുടെ ഒന്നും മക്കളുടെ കല്യാണം നടക്കുന്നില്ല, എല്ലാവരും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ വിഷമമുണ്ട്. അപ്പൊ ഇത് വന്ന് പറയുമ്പോൾ ഞാൻ അവരോട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ്, യേശുക്രിസ്തുവിൽ സകല ശാപത്തിന്റെയും ബന്ധനങ്ങൾ കുരിശിൽ അഴിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ഇറ്റ് ഈസ് ഓവർ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞത്. എല്ലാം പൂർത്തിയായെന്നാ പറഞ്ഞത്. എല്ലാം കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ പൂർത്തിയാക്കാന്നല്ല, അത് കഴിഞ്ഞു, അങ്ങനെയാ പറയുന്നത്. എല്ലാ ശാപങ്ങളും കുരിശിൽ ഇല്ലാതായി. പക്ഷെ നമ്മളിൽ അത് ഇല്ലാതാകണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഇത് വിശ്വസിക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്ക്. ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങളിത് വിശ്വസിക്ക്. എന്താണ്? കൊളോസോസ് 2 പറയുന്നുണ്ട്, 14-15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ നിഷ്കാസനം ചെയ്തു. പൈശാചിക സംവിധാനങ്ങളെ ആയുധം വെപ്പിച്ച് കീഴടക്കി. ഗലാത്യർ 2 പറയുന്നുണ്ട്, 3 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂങ്ങിക്കിടന്ന് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ രക്ഷിക്കുമെന്നല്ല, രക്ഷിച്ചു. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്, ഇറ്റ് ഈസ് ഓവർ, തീർന്നു, രക്ഷിച്ചു. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഇത് വിശ്വസിക്ക്. ഒരു സമാധാനമില്ല. അന്നേരം ഒട്ടുമിക്ക ആളുകളെല്ലാം തന്നെ പറയും, അച്ഛൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ എന്തെങ്കിലും അച്ഛൻ ഒരു 3 മാസത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു തരാമോ? ചെയ്യാൻ ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ അകത്ത് കിടക്കുന്ന സാധനമാണ്. ചെയ്താലേ ഒരു സമാധാനമുള്ളൂ. അപ്പൊ അതാണ് ആളുകൾ വന്നിട്ട് ചോദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ചെയ്യണം. എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാഞ്ഞിട്ടൊരു സമാധാനമില്ല. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരു 10 മെഴുകുതിരി കത്തിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ചെയ്യട്ടെ. യോഹന്നാൻ 6 എടുത്ത്, യോഹന്നാൻ 6 യേശുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ. യോഹന്നാൻ 6:28, യോഹന്നാൻ 6:28 വായിക്കാമോ? അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ മറുപടി വായിക്കാം, ഉച്ചത്തി പറ. യേശു മറുപടി പറഞ്ഞു,
ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, ഇതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി, ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി, ഇതാണ് ദൈവത്തിന് സന്തോഷം നൽകുന്ന പ്രവൃത്തി. എന്താണ് ആ പ്രവൃത്തി? പറയൂ, എന്താണ് ആ പ്രവൃത്തി? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക. എബ്രായർ 11:6, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോ എൻ്റെ ബൈബിൾ വായനയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ദൈവത്തെ ദൈവത്തിന് നമ്മളോട് ഭയങ്കര സന്തോഷം തോന്നണോ? ഒരു വഴി ഇതേ ഉള്ളൂ, വിശ്വസിക്കുക. ഭയങ്കര സന്തോഷമായിരിക്കും ദൈവത്തിന്, എല്ലാം ചോദിച്ചാലും തരും, സന്തോഷമായിരിക്കും. വിശ്വസിക്ക്. വേറെ തലകുത്തി മറിയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല, ചെയ്യണ്ടെന്നല്ല, അതിനേക്കാളൊക്കെ ഉപരി ഇതാണ്. എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ ഇതാണ് ആദ്യത്തെ കാര്യം. വേഗം പോവാണ്. ദൈവഹിതം അനുസരിച്ചുള്ള, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ബൈബിൾ അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ വഴി, ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള വഴി അവർക്ക് പറയാമോ? എന്താണ് ആ വഴി? വിശ്വസിക്കുക. രണ്ടാമത്തേതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, ലൂക്ക 15 വായിച്ചത്. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. കേൾക്കാവോ? ഇങ്ങോട്ട് നോക്കാവോ? അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിയേ. പെരുന്നാൾ നടത്തുന്നതിനേക്കാളും, ലിസൺ, പെരുന്നാൾ നടത്തുന്നതിനേക്കാളും, കുരിശടി വെച്ച് കൊടുക്കുന്നതിനേക്കാളും, വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും, 10,000 കൂട് മെഴുകുതിരി കത്തിക്കുന്നതിനേക്കാളും, അനാഥശാലയിലെല്ലാം ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ജീവിതത്തിലെ ഒരു ചെറിയ തെറ്റിനെ കുറിച്ച് അനുതപിക്കുക, തെറ്റുണ്ടെന്ന് സമ്മതിക്കുക. 10,000 പെരുന്നാൾ നടത്തുന്നതിനേക്കാളും ദൈവത്തിന് പ്രസാദമാണ്. എന്താണെന്നറിയാമോ? ഒരു തെറ്റ് സമ്മതിച്ചിട്ട് തെറ്റീന്ന് പറയുക, തെറ്റുണ്ടെന്ന് സമ്മതിക്കുക, തെറ്റില്ലാത്തവരെ പോലെ ജീവിക്കാതിരിക്കുക. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും, ഭയങ്കര സന്തോഷം. ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷകൻ എന്നാണ്, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ. ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് എഡിറ്റ് ചെയ്യുന്ന പിള്ളേര് ഡയറക്ടർ, ഫൗണ്ട് കാർമൽ ഇങ്ങനെയൊക്കെ ബ്രാക്കറ്റ് എഴുതുമ്പോൾ ഞാൻ വെട്ടിക്കും അത്. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ എഴുതൂ, ഇവാഞ്ചലിസ്റ്റ് എഴുതൂ, സുവിശേഷകൻ, അത്ര എഴുതിയാൽ മതി. അത്ര ആ ടൈറ്റിൽ മതി, അതാണ് എനിക്കിഷ്ടം, സുവിശേഷകൻ. അപ്പൊ ഞാൻ സുവിശേഷകനാണ്. എനിക്ക് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് എന്നെ കുറിച്ച് അഭിമാനത്തോടെ പറയാനും ഇഷ്ടം അതാണ്. ഞാൻ സുവിശേഷം പറയുന്ന ഒരാളാണ്. കേൾക്കാവോ? 19ാമത്തെ വർഷമാണ് സുവിശേഷം പറയാൻ നിൽക്കുന്നത്. 19 കൊല്ലമായി. ഈ 19 കൊല്ലം സുവിശേഷം പറഞ്ഞു. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. സുവിശേഷം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്ക്, അച്ഛാ, ദൈവത്തിന് സന്തോഷം തരുന്ന പ്രവൃത്തി ഏതാണ്? എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുക. 2, പാപത്തെക്കുറിച്ച് അനുതപിക്കുക. ഇതിനപ്പുറം ദൈവത്തിന് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് കഴിഞ്ഞ 19 കൊല്ലം ബൈബിൾ പ്രസംഗിച്ച എനിക്ക് അറിഞ്ഞൂടാ. ഇതിനപ്പുറത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ഫലമുണ്ടാക്കുന്ന ഒരു വഴി അറിഞ്ഞൂടാ. സകല ശാപങ്ങളും മാറും, സകല തിന്മകളും മാറും. ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ വരുത്തിയാൽ ചുറ്റുപാടുകളിൽ വലിയ മാറ്റം ഉണ്ടാവും. ഞാൻ എന്നെ പറഞ്ഞ മറന്നുപോയി. ഇപ്പൊ ഞാൻ എന്നെ പറഞ്ഞേ എന്നാ, ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ വരുത്തിയാൽ ചുറ്റുപാടുകളിൽ വലിയ മാറ്റം ഉണ്ടാവും, വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം മനസ്സിൽ വെക്കുക. മുന്നോട്ട് പോവാണ്. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെങ്കിൽ
നഷ്ടപ്പെട്ടു പോകാനിടയുള്ള, ശ്രദ്ധിക്കുക, നഷ്ടപ്പെട്ടു പോകാനിടയുള്ള ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒരു ചെറിയ പരിശ്രമം നടത്തിയാൽ അത് ഈ കാറ്റഗറിക്കകത്ത് പെടുന്നതാണ്. ഈ പറഞ്ഞതിനകത്ത്. ഏതിനകത്ത്? അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും എന്നതിൻ്റെ ഒരു ഉപവിഭാഗമാണ്, എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്, എന്നതിൻ്റെ ഒരു വിശദീകരണമാണ്. ആരെങ്കിലും ഒരാള് നശിച്ചു പോകുന്ന ഒരാളെ വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ അയാളെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് ഒരാള്, ഇപ്പൊ ഇടവകയിൽ ഒരാള് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളെ വീണ്ടെടുക്കാൻ ഒരു ചെറിയ പരിശ്രമം ഒരാൾ നടത്തിയാൽ അയാളെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. എനിക്ക് ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷയുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് സൂമിലാണ്, ഇന്നും ഉണ്ട്. ഏതാണ്ട് 1500 ചെറുപ്പക്കാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സൂമിലും യൂട്യൂബിലുമായിട്ട് പങ്കെടുക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ പങ്കുവെക്കുക. ഇതാണ് ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഗ്രൂപ്പ് കൂടി കഴിയുമ്പോൾ ആദ്യം യേശുവിനെ സ്നേഹിച്ചതും യേശുവിനെ പങ്കുവെച്ചതുമായ അനുഭവങ്ങൾ ചെറുപ്പക്കാർ ഷെയർ ചെയ്യും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ടൈം സ്ക്വയറിലൊക്കെ കരുണയുടെ ഈശോയുടെ ചിത്രവും പിടിച്ച് ചെറുപ്പക്കാരിരുന്നിട്ട് അവിടെ ഇരുന്ന് കരുണക്കൊന്ത ചൊല്ലുകയും അവിടെ ഇറങ്ങി സായിപ്പന്മാരോട് ഈശോയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള, സ്പെയിനിൽ, ഫാത്തിമയിൽ, ലൂർദിൽ, പിന്നെ അതുപോലെ തന്നെ ഈ UK, അയർലൻഡിൽ, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ, ഇറ്റലിയിലൊക്കെയുള്ള പിള്ളേര് വന്നിരുന്ന് ഈശോയെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ പറയും, ഈശോയെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് കാണിച്ചു തന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈശോയെ പങ്കുവെക്കാൻ വേണ്ടി, യേശുവിൻ്റെ കാര്യം ആരോടെങ്കിലും പറയാൻ വേണ്ടി, ഒരാളെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി ഒരു ശ്രമം നടത്തുമ്പോൾ സ്വർഗം സകല അനുഗ്രഹങ്ങളും അയാളുടെ മേൽ വർഷിക്കും. സകല അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10,000 ദൂതന്മാര് ആ ആളുടെ കൂടെ ആയിരിക്കും. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൗണ്ട് കാർമലിൽ നിന്ന് ഛത്തീസ്ഗഡിലും ഒറീസയിലും പഞ്ചാബിലും ആന്ധ്രയിലും ഒക്കെയുള്ള ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയാമോ? ഇത് ദൈവത്തിന് ഭയങ്കര സന്തോഷമാണെന്ന് തിരിച്ചറിവ് കിട്ടിയപ്പോൾ 5 പേരെ ഉള്ളെങ്കിൽ 5 പേരോട് സുവിശേഷം പറയാൻ 2500 കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. 2500 കിലോമീറ്റർ. അവിടെ ചെന്ന് മോത്തിപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു വീടിനകത്ത് കൂടുമ്പോൾ കഷ്ടിച്ച് എല്ലാവരും കൂടെ ഒരു 7-8 പേര് കാണും. 2500 കിലോമീറ്റർ. ഞാനത് പറയുന്നതിനെന്നറിയാമോ? എൻ്റെ തലയ്ക്കകത്ത് അതുപോലെ എനിക്ക് ബോധ്യം കിട്ടി. അതായത് സുവിശേഷം പ്രസംഗിച്ചാൽ, ഒരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, ഒരാളോട് യേശുവിനെ കുറിച്ച് പങ്കുവെച്ചാൽ ദൈവത്തിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭയങ്കര ഇഷ്ടം. ഞങ്ങള് കുറച്ച് ദിവസം ഇങ്ങനെ ഈ കുറച്ച് ദിവസങ്ങൾ ഒരു പ്രോഗ്രാം ക്യാൻസലായി. അപ്പൊ ധ്യാനകേന്ദ്രത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത വരും. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു വേവലാതി വരും കർത്താവിന് വേണ്ടി. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ച് എന്നെ ചെയ്യുന്ന നിർത്തപ്പോൾ പെട്ടെന്ന് കുറച്ച് ആളുകളൊക്കെ പെട്ടെന്ന് ഉണ്ട്, എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ തിരുവനന്തപുരത്ത് സ്ട്രീറ്റിൽ ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി. ഒരു 10-20 പേരുണ്ട്. 2 ദിവസം രാവിലെ ഇറങ്ങും, വൈകുന്നേരം തിരിച്ചു വരും. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങും, വൈകുന്നേരം തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും ജംഗ്ഷനിൽ ചെല്ലും, അവിടെ വണ്ടി ഒതുക്കിയിടും. എന്നിട്ട് മൈക്കൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഈ പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാർ പ്രസംഗിക്കുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങനെ യേശുവിനെ പ്രസംഗിക്കും. അപ്പൊ ആദ്യമൊക്കെ നമുക്കൊരു ഒരു പ്രയാസമൊക്കെ തോന്നും, നമ്മ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആവേശമായി. അടുത്ത ദിവസം ആയപ്പോഴേക്കും അപ്പൊ ഞങ്ങൾ അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് 1-2 പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, ഈ മഴ പെയ്താൽ ഈ പരിപാടി നടക്കത്തില്ല.
മഴ പെയ്താൽ. കാരണം വഴിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മഴ പെയ്താൽ നമ്മൾ പോയ ആ ദിവസം നമ്മുടെ ജോലി മുടങ്ങും. രണ്ടാമത്തെ കാര്യം, ഈ കടത്തിണ്ണകളിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ചിലർക്ക് നമ്മൾ അങ്ങനെ കയറി നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ ആ ഇഷ്ടക്കേട് കാണിക്കും. കടത്തിണ്ണയിലൊക്കെ നിൽക്കുമ്പോൾ വല്ലവരുടെയും കടയുടെ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. അവരുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്നവരൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. ആളുകൾ കൂടുമ്പോൾ പിന്നെ നമ്മളവരെ പ്രാർത്ഥിക്കുന്നു, അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. അപ്പോൾ അപ്പോൾ ഒരു അസ്വസ്ഥത ജംഗ്ഷനിലൊക്കെ ചെല്ലും. ഞാൻ രണ്ടാമത്തെ ദിവസം തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇതിനെന്താണ് ഒരു പരിഹാരം. അങ്ങനെ ഈ വേളിപ്പള്ളിയുടെ ഫ്രണ്ടിലുള്ള ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. അതായത് ഒരു ലോറിയുടെ പുറകില് ഒരു സ്കൂട്ടർ കമ്പനിക്കാര് അവരുടെ സ്കൂട്ടറിന്റെ പരസ്യം, ഒരു 2 സ്കൂട്ടറൊക്കെ വെച്ച് ഈ ലോറിയുടെ പുറകെ നല്ല ഒരു സ്റ്റേജ് പോലാക്കി അതിനകത്ത് 2 സ്കൂട്ടറൊക്കെ വെച്ചിട്ട് ആ സ്കൂട്ടറിന്റെ പരസ്യമാണ്. അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു, ഒരു ലോറി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പുറകെ ഇങ്ങനെ സ്റ്റേജ് പോലെ കെട്ടിയിട്ട്, അപ്പൊ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളൊരു ദിവസം ഫ്രീ ആണ്, ഒന്നും നോക്കണ്ട, വണ്ടി എടുക്കുക, പോവുക, അതിനകത്ത് നിന്ന് പറയുക, തിരിച്ചു വരിക, ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, ആരും നമ്മളെ തെറി വിളിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ ഒരു ലോറി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ലോറി അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കി, ഒരു ലോറി വാങ്ങിക്കണമെങ്കിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു സാമാന്യം നമ്മുടെ ഈ ഉദ്ദേശം നടക്കുന്ന ഒരു ലോറി വാങ്ങണമെങ്കിൽ ഒരു 22-23 ലക്ഷം രൂപ വേണം. പെട്ടെന്ന് ഒരു 23 ലക്ഷം രൂപ എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആ ദിവസം കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞില്ലത്. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ 1-2 പേര് സമീപിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ പറഞ്ഞു, വേണം, എനിക്കൊരു ലോറി വേണം, ലോറി. ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃത്യം 2 ആഴ്ചക്കുള്ളിൽ മൗണ്ട് കാർമലിന്റെ മുറ്റത്ത് ഐഷറിന്റെ ഒരു ലോറി വന്ന് നിന്നു, പുത്തൻ ലോറി. കയ്യൊന്നും അടിക്കണ്ട. നിങ്ങൾ വചനം പറയുമ്പോൾ കൈയടിച്ചാൽ മതി, ഭൗതിക കാര്യം പറയാം. അടുത്ത് കേട്ടോണേ. ഇനി എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആശയം എന്താണെന്നറിയാം, ഇത് സ്റ്റേജ് ആക്കണം. ഇത് സ്റ്റേജ് ആക്കണമെങ്കിൽ അതിനെ ആര് ചെയ്യും? കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട് എറണാകുളത്ത് നിന്നൊരു ചേട്ടൻ മൗണ്ട് കാർമലിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വരാറുണ്ട്. ഞാൻ ആ സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വന്നു, അച്ഛാ, ഇന്ത്യയിൽ മുഴുവൻ വലിയ കണ്ടെയ്നർ ലോറിയുടെ ബോഡി പണിയുന്ന ഒരു കമ്പനിയാണ് എൻ്റെ കമ്പനി. കേരളത്തിൽ അങ്ങനെ ഒറ്റ കമ്പനിയുള്ളൂ, അതെൻ്റെയാണ്. കണ്ടെയ്നർ ലോറിയുടെ ബോഡി പണിയുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ സഹോദരന്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ ഈ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ, ഈ ലോറിയുടെ ബോഡി പണിയാൻ എത്ര രൂപയാവും? അപ്പൊ എന്താ ഉദ്ദേശം ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ആ ലോറി ഇങ്ങോട്ട് വിടുക, അച്ഛൻ എന്ത് രീതിയിൽ ഈ ലോറി പണിയണമെങ്കിലും. അപ്പൊ ഞാൻ ഈ ലോറി എങ്ങനെ ഇത് സ്റ്റേജായിട്ട് പണിയുന്ന കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിന് ഏതാണ്ട് ഒരു 10-15 ലക്ഷം രൂപയാവും അങ്ങനെ പണിയണമെങ്കിൽ. അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ്, ആ ലോറിയുടെ ബോഡി പണിയുന്നത് സുവിശേഷത്തിന് വേണ്ടിയുള്ള എൻ്റെ നേർച്ച. നമ്മുടെ ലോറി എറണാകുളത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ആഴ്ച വരും. ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞെന്നറിയാമോ? ഒരാത്മാവിനോട് സുവിശേഷം പറയാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ദൈവം ഒരുക്കി തരും. പറഞ്ഞേ ഹല്ലേലൂയാ. അതിന് നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും ദൈവം തരും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് കാരണം എന്താ അറിയോ, ഇത് ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ദൈവത്തിന് ഭയങ്കര സന്തോഷം, ദൈവത്തിന് അടക്കാൻ പറ്റാത്ത സന്തോഷം. കുരിശിൽ മരിച്ച് ലോകത്തെ വീണ്ടെടുത്ത് ആത്മാക്കൾക്ക് വേണ്ടി ജീവൻ തീരെഴുതി തന്ന രക്ഷകനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ദൈവം അവർക്ക് വേണ്ടതെല്ലാം തരും. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയും. നമുക്ക് എടുക്കാം റോമാലേഖനത്തിന്റെ 10-ാം അധ്യായം, പെട്ടെന്ന് വായിക്കണം. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ ഈ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് പറയുകയാണ്. 14 മുതൽ വായിക്കാം. റോമാലേഖനം 10:14 മുതൽ ഉച്ചത്തി വായിക്കാം. റോമർ 10:14 മുതൽ പുറകെ വായിച്ചേ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അതായത് ആളുകൾ എങ്ങനെ വിശ്വസിക്കും? യേശുവിനെ കുറിച്ച് കേട്ടില്ലെങ്കിൽ ആളുകൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ധ്യാനകേന്ദ്രത്തിന്റെ മുറ്റത്ത് ഒരു ദിവസം, ഞാൻ അവിടെ അന്ന് ദിവസം ഞാൻ ഓർക്കുന്നില്ല,
അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ഒരു പരിപാടിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, പോകാറുമില്ല. അപ്പോൾ പക്ഷെ എനിക്ക് ഒരു ദിവസം ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ധ്യാനകേന്ദ്രത്തിലോട്ട് ഇറങ്ങി പോകാനായിട്ട് തോന്നി. ഞാൻ അന്ന് ആളുകളൊന്നും ഇല്ല, ആരും ഇല്ലാതൊക്കെ ഓർത്തിട്ട് ലോഹ ഇടാതെ പാൻറ് ഷർട്ട് ഇട്ടാ പോയത്. അപ്പൊ അങ്ങോട്ട് ചെന്ന് നിന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സംഘം ആളുകൾ ഇതാ ഇറങ്ങി വരും. ഞാൻ ഒരു ദൈവമേ അവധായി പോയല്ലോ എന്ന് ഓർത്തിപ്പോ ഇറങ്ങി വന്നത്. ഒന്നാമത്തെ കാര്യം ലോകയില്ല, രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനും പറ്റത്തില്ല. അപ്പൊ അവര് പിന്നെ കുരിശെല്ലാം പിടിച്ച് ഇങ്ങനെ കുരിശന്റെ വഴി നടത്താം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ വന്നേന്ന് ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പുനലൂരിനടുത്ത് കേട്ടാണ്, ഞങ്ങള് പുനലൂരിനടുത്ത് എലിക്കാട്ടൂർ അല്ലേ, എലിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് പള്ളിയിലാണ് പോണേ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് ഹിന്ദുക്കളാണ്. അപ്പൊ എനിക്ക് ആവേശമായി. അപ്പൊ ഞാൻ പറഞ്ഞു, വാ 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 നമുക്ക് സംസാരിക്കാം എന്നാണ്, വാ. അപ്പൊ അവര് നിങ്ങൾ എന്താ ഇവിടെ വന്ന കാര്യം എന്താ? അവരുടെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങള് യൂട്യൂബില് വചനം കേട്ട് കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് പള്ളി ചേർന്നു. ഞങ്ങളെല്ലാം പള്ളി ചേരാൻ പോവാണ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിക്കാൻ പോവാണ്. ഞങ്ങൾ അതിന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്നാണ്, കുരിശന്റെ വഴി നടത്താൻ വേണ്ടി. പറഞ്ഞു ഹല്ലേലൂയ. അതായത് ഒരു സുവിശേഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവര് ഇപ്പോ നമ്മൾ നേരിട്ട് പറഞ്ഞതല്ല, യൂട്യൂബിൽ വചനം കേട്ടതാണ്. യൂട്യൂബില് ആ വചനം ഇല്ലായിരുന്നെങ്കിൽ ഇവര് കേൾക്കുവോ? പറയാതെ ആരെങ്കിലും കേൾക്കുവോ? കേൾക്കത്തില്ല. പറയാതെ ആരും കേൾക്കത്തില്ല. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇത് പ്രഘോഷിക്കപ്പെടാതെ എങ്ങനെയാണ് കേൾക്കുക? മൈക്ക് വെച്ച് പറയുന്ന കാര്യം മാത്രമല്ല, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ, ചന്തയിൽ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് പറയാതെ ആളുകൾ എങ്ങനെ കേൾക്കും? പറയാതെ. ഞങ്ങൾക്ക് ഈ ജീസസ് എൻകൗണ്ടർ കൂട്ടായ്മയിൽ പാലക്കാട് അഗ്രഹാരത്തിനകത്ത് വളരെ കൺസർവേറ്റീവായ ആളുകൾ താമസിക്കുന്ന, അത്രയും ആ അഗ്രഹാരത്തിനകത്ത് നിന്ന് ജീസസ് എൻകൗണ്ടറിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വളരെ രഹസ്യമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അവൾ പറയാണ്, എന്നോട് ഒരാള് ഈശോയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹമായി. ഞാൻ ഈശോയാണ് ആരാധിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അതായത് വചനം പറയുകയാണ്, ഇത് പറയാതെ എങ്ങനെ കേൾക്കും? പറയാതെ ആരെങ്കിലും പറയാതെ എങ്ങനെയാണ് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്? വായിക്കാം. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവരെങ്ങനെ വിശ്വസിക്കും? പ്രസംഗകരില്ലാതെ എങ്ങനെ കേൾക്കും? ആരെങ്കിലും പറയാതെ എങ്ങനെ കേൾക്കും? അടുത്ത വാക്യം, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര, അതായത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് സുവിശേഷം പ്രസംഗിച്ചാൽ അവരെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് അവരുടെ പാദങ്ങൾ എത്ര എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം എത്ര മനോഹരം എന്നാണ്. സുവിശേഷം പങ്കുവെക്കുന്നവരുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഉറപ്പാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇനി വേറൊരു വചനം ഇതിനനുബന്ധമായിട്ട് വായിക്കേണ്ട മറ്റൊരു വചനമാണ് 2 കൊരിന്തോസ് 9-ാം അധ്യായം. 2 കൊരിന്തോസ് 9-ാം അധ്യായം. 9-ാം അധ്യായത്തില് ഒരു സെക്കൻഡ്, സോറി 2 കൊരിന്തോസ് 1 കൊരിന്തോസ് 9-ാം അധ്യായം. 1 കൊരിന്തോസ് 2 അല്ല, 1 കൊരിന്തോസ് 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 9-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ സുവിശേഷം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞേ. അതെന്റെ കടമയാണ്. പറഞ്ഞേ അതെന്റെ കടമയാണ്. പറ എല്ലാരും ഒന്ന് പറഞ്ഞേ, അതെന്റെ കടമയാണ്. അപ്പൊ എന്താ പറഞ്ഞേ? അതെന്റെ കടമയാണ്. എന്താ കടമ? സുവിശേഷം പ്രസംഗിക്കണം, അതെന്റെ കടമയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ നെടുമങ്ങാടുള്ള നമ്മുടെ ഈ ദേവാലയങ്ങളിലെ ഓരോ വിശ്വാസിയുടെയും കടമയാണ് യേശുവിനെ പങ്കുവെക്കുക. സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ ഒരു വകയില്ല, അതെന്റെ കടമയാണ്. അടുത്ത വാക്യം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ശ്രദ്ധിക്കണം,
ദുരിതം എന്ന് പറയുന്ന വാക്ക് നമുക്ക് വിഷമമാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ തർജ്ജമ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ വോ എന്നാണ്. വോ, ഇംഗ്ലീഷിൽ വോ, WOE, വോ എന്ന് പറഞ്ഞാൽ കേഴ്സ് എന്നാണ്, ശാപം എന്നാണ്. ശാപം. ഇനി ഞാൻ പറയുന്നത് ഹൃദയം തുറന്ന് കേട്ടെ. ഒരുപാട് ശാപങ്ങള് മാറാൻ ഒരു വഴിയുണ്ട്, എളുപ്പത്തിൽ മാറാൻ. ആ വഴിയാണ് സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൺവെൻഷൻ പ്രസംഗിക്കുക എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ യേശുവിനെ പങ്കുവെക്കുക, യേശുവിനെ കുറിച്ച് പറയുക, യേശുവിനെ പ്രഘോഷിക്കുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുമ്പോൾ, ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കാൻ പോകുന്നുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ വരാനോ ശുശ്രൂഷകളിൽ സഹായിക്കാനോ പറ്റാത്തത് കൊണ്ട് എനിക്ക് സുവിശേഷം ഈശോയെ കുറിച്ച് പങ്കുവെക്കണമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ, ഇന്റർവെല്ലിന്റെ സമയത്ത് ക്ലാസ്സിലിരുന്ന് സ്റ്റിക്കി നോട്ട് എടുത്ത്, പല കളറിലുള്ള പേപ്പർ എടുത്ത് അതിനകത്ത് വചനം എഴുതി വെച്ച് അതിങ്ങനെ ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് പാളയത്ത്, ഈ പാളയം കത്തീഡ്രലിന്റെ ഫ്രണ്ടില്, ബസിലിക്കയുടെ മുമ്പില്, അതുപോലെ തന്നെ പാളയത്തെ കത്തീഡ്രലിന്റെ ഫ്രണ്ടില്, അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ കൊണ്ടുവന്ന് ഓരോരുത്തർക്കായിട്ട് ഓരോ വചനം കൊടുത്തിട്ട്, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈ വചനം വായിക്കണം, ഞാൻ പ്രാർത്ഥിച്ച്, ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതായത് കണ്ടുമുട്ടുന്ന ആളുകളോട് സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഏത് സാഹചര്യവും സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കണം. അതാണ് തിമോത്തിയോട് അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്. വചനം എടുക്കാം. തിമോത്തിക്ക് അപ്പസ്തോലനായ പൗലോസ് എഴുതിയ, അപ്പൊ ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, ഇങ്ങോട്ട് കേട്ടെ, ഇതൊന്ന് പറഞ്ഞിട്ട് പറയാം. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്നാണ്. 9:14 പറയുന്നത്, ഞാൻ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശാപം. ഇനി എന്നെ ഒന്ന് കേട്ടെ, ഇങ്ങോട്ട് കേട്ടെ. അതായത് അനേകം കുടുംബങ്ങളില് ഒരു പുരോഗതി, ഐശ്വര്യം ഉണ്ടാകാത്തതിന് ഞാൻ ഈ വചനം വായിച്ചിട്ടുള്ള എൻ്റെ പരിചയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അതിൻ്റെ ഒരു കാരണം ദൈവം ഏൽപ്പിച്ച ഈ ജോലി ചെയ്യാത്തതാണ്. ഇതൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് നിങ്ങൾ സുവിശേഷം ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് പങ്കുവെച്ചു നോക്ക്. എത്രയോ ആളുകൾ, നമ്മൾ മൗണ്ട് കാർമലിന്റെ അയൽപക്കത്ത് ഒത്തിരിയും കുടുംബങ്ങളുണ്ട്. അവരോട് ആരംഭകാലം മുതൽ 2019 മുതൽ തന്നെ നമ്മൾ സുവിശേഷം ടീം അംഗങ്ങൾ പോയി സുവിശേഷം പറയുമായിരുന്നു. എന്നിട്ട് ഞായറാഴ്ചകളിൽ അവർ ധ്യാനകേന്ദ്രത്തിൽ വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. അങ്ങനെ സുവിശേഷം കേട്ട ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് സുന്ദരൻ എന്ന് പറഞ്ഞ ചേട്ടൻ, വയറ്റിനാടുള്ള ചേട്ടനാണ്. ഈ കാല് പഴുത്ത് പുഴു വരിച്ച് മൗണ്ട് കാർമലിന്റെ മുറ്റത്ത്, പുള്ളി ആ മുളയുടെ അടുത്ത് പുഴു ഇങ്ങനെ അടിക്കുന്ന കാലുമായിട്ടിരുന്ന ഒരു മനുഷ്യൻ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ തന്നെ പലതവണ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഒടുവിൽ മെഡിക്കൽ കോളേജിൽ ഈ ഈശോയെക്കുറിച്ച് കേട്ടു, യേശുവെക്കുറിച്ച് കേട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി, യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് മാമോദീസ സ്വീകരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് നാളിവിടെ വന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നു പഠിക്കുക. മാമോദീസയ്ക്കൊക്കെ ഒരുങ്ങിയ സമയത്ത് ആരൊക്കെയോ ചേർന്ന് ഈ സഹോദരനെ പിന്തിരിപ്പിച്ചു. മാമോദീസ സ്വീകരിക്കാൻ വന്നില്ല. അപ്പൊ ഞാൻ അത് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിർബന്ധിക്കണ്ട, അത് സോമാനസോടെ വരട്ടെ. അപ്പൊ അത് കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഇദ്ദേഹം രോഗിയായി, രോഗം മൂർച്ഛിച്ചു, മെഡിക്കൽ കോളേജിൽ കിടന്നു. അപ്പൊ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു നേഴ്സ് വഴി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രതീക്ഷയും വേണ്ട, ഇത് ഈ തുണി ഇങ്ങനെ അകത്തോട്ട് കൊടുത്തു വിടും, അതിങ്ങനെ കരി പിടിച്ച പോലെയുള്ള ബ്ലഡാണ് പുറത്തോട്ട് കൊടുത്തു വിടും, അതുപോലെ ബ്ലീഡിങ് ആണ്. അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു പാതി ബോധത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതെ അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ഡാനിൽ അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് മാമോദിസ പൊങ്ങണം, മാമോദിസ കരഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾ നല്ല തിരക്കിനിടയിലായിരുന്നു. ഞങ്ങൾ ആ ഒരു ധ്യാനത്തിന്റെ സമയത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് പോയി മെഡിക്കൽ കോളേജിന്റെ വാതിൽക്ക് കുറേ നേരം നിന്ന് ഒരു തരത്തിലകത്ത് കയറി ICU കയറി. ഞങ്ങൾ 3 പേരുണ്ട്, ആദർശച്ചനുണ്ട്, ജോൺ പോൾ ഉണ്ട്, ഞാനുണ്ട്. ഞാൻ ആദ്യം കയറി, എന്നെ ആദ്യം കയറ്റി വിട്ടു, ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് അച്ഛൻ കയറി, അച്ഛനെ പ്രാർത്ഥിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു, ഇറങ്ങി. മൂന്നാമത് ജോൺ പോൾ കയറി പ്രാർത്ഥിച്ചു, ഇറങ്ങി. ഒരു 3-4 ദിവസം കൊണ്ട് ഈ ചേട്ടൻ സുഖപ്പെട്ടു. വാർഡിലേക്ക് മാറ്റി. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വന്ന് അവിടെ ഇപ്പോഴും ഉണ്ട് ആള്. പറയാൻ വന്ന് എന്തെന്നറിയാമോ, അദ്ദേഹം ഈ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തോട്ടൊരു യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അതാരോ പറഞ്ഞിട്ട് ഇദ്ദേഹം അറിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ അച്ഛൻ പോവാണോ, എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ
ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, അവരോട് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. അച്ഛാ നിങ്ങൾ എത്ര പേരാ അച്ഛാ വന്ന് എന്നെ കാണാൻ? അപ്പം ഞാൻ ചെന്നപ്പോൾ ഈ ആശുപത്രിയിൽ ഇദ്ദേഹം കിടക്കുന്ന സമയത്ത് പകുതി ബോധമുണ്ട്. സുന്ദരൻ ചേട്ടാ എന്ന് വിളിച്ചു. ആ ഡാനിലച്ചാ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചറിഞ്ഞാണ്. അപ്പം ബോധമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്നു, ആദർശച്ചൻ വന്നു, ജോൺ പോൾ വന്നു, ഞങ്ങൾ 3 പേര്. അയ്യോ അച്ഛനും പിന്നെ എന്താ അങ്ങനെ തന്നെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കരയാണ്. ഞാൻ പറഞ്ഞു എന്താ പറ്റി? അദ്ദേഹം പറഞ്ഞു, അച്ഛാ 3 പേരല്ല അച്ഛാ 4 പേരല്ലേ അച്ഛാ വന്നേ. ഞാൻ പറഞ്ഞു 4 പേര് വന്നില്ല, ഞങ്ങൾ 3 പേരാ വന്നേ. 4 പേര് ഇവിടെ നിന്ന് വരാനാ. ഞാൻ പറഞ്ഞു 4ാമത് മറ്റേ ആ നേഴ്സും എല്ലാം വന്നായിരിക്കും. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയല്ലേ അച്ഛാ ഞാൻ പറയട്ടെ. അച്ഛൻ ആദ്യം വന്നു, അച്ഛൻ എന്നെ വിളിച്ചു, ഞാൻ വിളി കേട്ടു. ശരിയല്ലേ? ഇത് ശരിയല്ലേ? ശരിയാണ്. അത് കഴിഞ്ഞ് ആദർശച്ചൻ വന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു. ശരിയല്ലേ? അത് കഴിഞ്ഞ് ജോൺ പോൾ വന്നു, എന്നെ ചേട്ടാന്നൊക്കെ വിളിച്ചു. ശരിയല്ലേ? അച്ഛാ അത് കഴിഞ്ഞ് 4ാമത് ഇതുപോലെ ഒരാൾ വന്നിട്ട് വീണ്ടും എന്റെ തലേ കൈവച്ചു. അതാരാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി അതാരാണ്. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഈ 4ാമത്തെ ആള് തൊട്ടപ്പോഴാണ് ഞാൻ സുഖപ്പെട്ടത്. 4ാമത്തെ ആള് തൊട്ടപ്പോഴാണ് സുഖപ്പെട്ടത്. 4ാമത്തെ ആരാണ്? 4ാമത്തെ ആള് പറ, എന്നോട് പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഈ മനുഷ്യൻ, ഞാൻ പറയാൻ ഓർത്ത കാര്യം എന്താ വെച്ചാൽ, ഈ മനുഷ്യൻ സുഖപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ സെക്കൻഡ് സാലറിയുടെയൊക്കെ അവിടെ വരുന്ന ആളുകളെല്ലാം ഓട്ടോറിക്ഷയെ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ യാത്രക്കാരനോടും അദ്ദേഹം പറയും, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവുമായി സ്വീകരിച്ച് മാമോദീസ മുങ്ങി. അത് കഴിഞ്ഞ് മാമോദീസ സ്വീകരിച്ചു. മാമോദീസ മുങ്ങിയ ആളാണ്. എൻ്റെ യേശുവാണ് എൻ്റെ ദൈവം, എൻ്റെ യേശുവാണ് എന്നെ രക്ഷിച്ചത്, എൻ്റെ യേശുവാണ് എൻ്റെ കുടുംബത്തിന് സമാധാനം തന്നത് എന്ന് പറഞ്ഞ് അനേകം ആളുകളോട് ഹൈന്ദവ സഹോദരൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയാം, നമുക്ക് സുവിശേഷം കിട്ടിയ നമ്മൾ സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ വചനം പറയുകയാണ് നമുക്ക് ആ വാക്ക് പറയരുത്, ദുരിതമല്ല, ശാപം. പറ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശാപം. അപ്പൊ 1 കൊരിന്തോസ് 9:16 പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശാപം. ഞാൻ പറയുന്നില്ലെങ്കിൽ എനിക്ക് ശാപം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം തിമോത്തിയില് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സാഹചര്യങ്ങള് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എന്ത് ചെയ്യണം? വായിക്ക് 2 തിമോത്തി 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 തിമോത്തി 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ദൈവത്തിന്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. ഉച്ചത്തിൽ വായിക്കാമോ? വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. വചനം സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഈ ദൈവം നമുക്ക് തരുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ച് എന്നെ ശ്രദ്ധിച്ചു കേൾക്ക്. ദൈവത്തിന് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം പ്രസംഗിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കും. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാൻ പോവാണ്. ഇത് യേശുവിന്റെ അന്തിമ കൽപ്പനയാണ്. വായിക്കാം, മത്തായി 28:18 മുതലുള്ള വാക്യങ്ങൾ. യേശു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് മാനവകുലത്തിന് നൽകിയ സമാപന ശാസനകളിൽ ഒന്നാണ്, കൽപ്പനകളിൽ, നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനൽ കമ്മീഷൻ എന്നാണ് അതിനെ വിളിക്കുക. ഫൈനൽ കമ്മീഷൻ, അത് അന്ത്യ പ്രബോധനം, അന്ത്യ നിർദ്ദേശങ്ങളാണ്. ഈശോ മടങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള ചാവരുളാണ്, ഈശോയുടെ മരണത്തിന് മുമ്പുള്ള മരണമൊഴിയാണ്. അപ്പോ ഇത് അത്രയും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യമാണ്. മത്തായി 28:18 മുതൽ ഉറക്കെ വായിക്കാം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്നെ ശ്രദ്ധിക്കണം, എനിക്ക് ചെറിയൊരു ഭേദഗതി ബോധ്യങ്ങളിൽ വരുത്താനുണ്ട്. എന്നെ ശ്രദ്ധിക്കാവോ? ലിസൺ. ഹലോ. അതായത് ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? കൈവെക്കാവോ? വെരി ഗുഡ്. അപ്പോ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളും ഈ വചനം വിശ്വസിക്കുന്നവരാണ്. ഈശോയുടെ വാഗ്ദാനം യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ വചനം എല്ലാവരോടുമായി പറയപ്പെട്ട വചനം അല്ല. ഇത് എല്ലാവരോടുമായി പറയപ്പെട്ട വചനമല്ല. ദിസ് ഈസ് എ കണ്ടീഷണൽ പ്രോമിസ്. വ്യവസ്ഥകളുള്ള ഒരു വാഗ്ദാനമാണിത്. അതായത് ശ്രദ്ധിക്കുക, ബൈബിളിൽ ഏതാണ്ട് 8500ഓളം വാഗ്ദാനങ്ങളുണ്ട്. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവൻ ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ഇതാണ് വാഗ്ദാനം. വ്യവസ്ഥ എന്താണ്? കർത്താവിനെ അന്വേഷിക്കുന്നവന്. പുറപ്പാട് 23:25 പറയുന്നുണ്ട്, കേട്ടാ മതി. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും, രോഗപീഠകളെ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ ദേശത്തുണ്ടാവില്ല, ദീർഘായുസ്സ് അനുഗ്രഹിക്കും, ചെന്നെത്തുന്ന ദേശത്ത് എല്ലാവരും എൻ്റെ നാമത്തെ ഭയപ്പെടാൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ തരികയാണ്. വാഗ്ദാനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വാഗ്ദാനങ്ങൾ നൽകപ്പെടുന്നതിന്റെ വ്യവസ്ഥ എന്താണ്? നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അതായത് എവിടെ ബൈബിളിൽ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും അതിന്റെ അടിയിൽ എന്ത് കിടപ്പുണ്ട്? ഒരു വ്യവസ്ഥ കിടപ്പുണ്ട്. അതാണ് ആ വ്യവസ്ഥ പാലിച്ചാൽ അനുഗ്രഹം എന്നാണ്. അങ്ങനെ വ്യവസ്ഥ പാലിച്ചാൽ മാത്രമുള്ള ഒരു അനുഗ്രഹമാണ് യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആരുടെ കൂടെ ഉണ്ടായിരിക്കും? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചാൽ യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദിസ് ഈസ് എ കണ്ടീഷണൽ പ്രോമിസ്. എല്ലാരോടും അല്ല. നിങ്ങൾ യേശുവിനെ പങ്കുവച്ചാൽ, യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, ഈശോയെ കുറിച്ച് ആളുകളോട് ഷെയർ ചെയ്യാൻ തയ്യാറായാൽ കർത്താവ് 24 മണിക്കൂറും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. മർക്കോസ് 16. മർക്കോസിന്റെ സുവിശേഷം 16 ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. വായിക്കാം. മർക്കോസ് 16 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസ് 16:15 മുതൽ വായിക്കാമോ? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത വാക്യം. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ഈശോ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞയക്കുന്നത്. അടുത്ത വാക്യം. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായേ. അടുത്ത വാക്യം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അടുത്ത വാക്യം. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും, കൂടെ കേൾക്കുന്നുണ്ടോ? കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. എപ്പോഴാണ് കൂടെ വന്നത്? പറ. പ്രസംഗിച്ചപ്പോ. ഞാൻ മത്തായി 28 പറഞ്ഞില്ലേ ഇത് വ്യവസ്ഥയുള്ളതാണെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് മഹത്വത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവര് പ്രസംഗിച്ചപ്പോ അവൻ അവരുടെ കൂടെ നടന്നിട്ട് അത് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ? അതായത് നിനക്ക് എത്ര അറിവില്ലെങ്കിലും, ചേട്ടാ, നിനക്ക് എത്ര അറിവില്ലെങ്കിലും, നീ വേദപാഠം 2 പോലും പഠിച്ചിട്ടില്ലെങ്കിലും, നിനക്ക് ഇത്ര അറിയാലോ, കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ മരിച്ചു. നമ്മുടെ കൂടെ ഈ ടീമിൽ ജോൺ ബോൾ എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. ജോൺ ബോൾ ദുബായിലാണ്, ഇടയ്ക്ക് വരും, വന്നും പോയി നിൽക്കുന്ന ആൾ. അപ്പോൾ ഇത് ഈ നാട്ടിൽ കോട്ടയത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ കോഴിക്കോടിന് പോവാണ്.
അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറുന്നതിന് ഞാൻ പറഞ്ഞു, നീ കോട്ടയത്ത് വന്നിട്ട് അവിടുന്ന് കയറാൻ പറഞ്ഞു, നീ ഇത് നമുക്കൊരു യാത്രയുണ്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ അവൻ പെട്ടെന്ന് റെഡിയായി കോട്ടയത്ത്. ഞാൻ ഈ ട്രെയിൻ കോട്ടയത്ത് ചെല്ലുമ്പോഴേക്കും അവൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ജോൺ ബോൾ ഹൈന്ദവ സഹോദരനായിരുന്നു. സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞ് സുവിശേഷകനായിട്ട് മാറിയ ആളാണ്. അപ്പൊ ഇവന്റെ പൂർവ്വകാലത്തെ പേര്, അതിന്റെ പഴയ പേര് ഓം പ്രകാശ് എന്നായിരുന്നു, ഓം പ്രകാശ്. അപ്പൊ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇവൻ ഈ കുരിശ് തോളയിലിട്ടിട്ടാണ് നടക്കുന്നത്. ഒരു വലിയ കുരിശ് തോളയിലിട്ടാണ് നടക്കുന്നത്, ബാഗ് പോലെ ഇങ്ങനെ ഇട്ടിട്ട്. എന്നിട്ട് കഴുത്തേൽ ഒരു കുരിശ് ഇട്ടിട്ടുണ്ട്, കൈ ബൈബിളും ഉണ്ട്. അങ്ങനെ ഈ ജോൺ ബോള് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു വിളി, ഓം പ്രകാശേ. ആ പേര് അവനെ ഇപ്പൊ ഈ ആരും വിളിക്കാറില്ല, എല്ലാവർക്കും അവനെ ജോൺ ബോൾ എന്നേ അറിയത്തുള്ളൂ. അപ്പൊ വിളിക്കാണ്, ഓം പ്രകാശ്. പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി, ഇത് എൻ്റെ പഴയ ജീവിതം അറിയാവുന്ന ആരോ ആളെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോൾ ഈ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഈ പോർട്ടർ, ഈ പിന്നെ ചുമടൊക്കെ എടുക്കാൻ സഹായിക്കാൻ ആ മനുഷ്യൻ ആ വേഷത്തിൽ കയ്യിലേക്ക് കൊടുത്ത് അവരുടെ യൂണിഫോം ഒക്കെ ഇട്ട്, ഓം പ്രകാശ്, ഓം പ്രകാശ്, നിനക്ക് എന്ത് പറ്റിയിടാ, നിനക്ക് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു പാസ്റ്റ് ഉണ്ട് ഈ ഓം പ്രകാശൻ. അപ്പൊ ആ കാലഘട്ടത്തിൽ അറിയാവുന്നവനാണ്, കൂടെ കള്ളു പിടിച്ചോണ്ടിരുന്ന ആളാണ്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനെ വെച്ചിട്ട് ആ മനുഷ്യൻ, ആ തൊഴിലാളി, ഓം പ്രകാശ് നിനക്ക് എന്ത് പറ്റിയടാ. അപ്പൊ ഈ ഇവന്റെ ജോൺ ബോളിന്റെ ടീഷർട്ടില് ഒരു ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ ദൈവവചനം അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിലേറി. ഇതാണ് വചനം, ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന വചനം. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിലേറി. അവൻ ടീഷർട്ടിൽ എഴുതിയിരുന്ന ഈ വചനം ഈ കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഓം പ്രകാശ് പഴയ ആള്, ഇപ്പൊ ഞാൻ ജോൺ ബോൾ. ഓം പ്രകാശ് നിനക്ക് എന്ത് പറ്റിയടാന്ന് പറഞ്ഞിട്ട് അവൻ അത്ഭുതപ്പെട്ട് നോക്കുമ്പോ ഇവൻ പറയുകയാണ്, എടാ നിന്റെ പേര് ഞാൻ മറന്നുപോയി, നിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ നിന്നോട് പറയുകയാണ്, എന്റെയും നിന്റെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിലേറി എന്ന സത്യം എനിക്ക് മനസ്സിലായപ്പോ ഞാൻ അവന്റെ കുരിശെടുത്ത് നടക്കുകയാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട്, ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഈ മനുഷ്യൻ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ വിതുമ്പി നിന്നു. രണ്ടാമത്തെ തവണ വീണ്ടും അതേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയപ്പോ അവൻ അയാളെ വിളിച്ചിരുത്തി കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്നിട്ട് അവൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നോയിക്കോ, ഒരിക്കൽ അവനെയും കൊണ്ട് ഞാൻ മൗണ്ട് കാർമലില് മാമോദീസ സ്വീകരിക്കാനായിട്ട് വരും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒറ്റ വാചകമുള്ള സുവിശേഷം എന്താണെന്നറിയാം, അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി യേശു കുരിശിലേറി. നമുക്ക് വേണ്ടി യേശു മരിച്ചു, നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു, അവൻ നമുക്കൊരു പുതിയ ജീവൻ തന്നു. ഇത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും പറയാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് എത്ര അറിവില്ലെങ്കിലും, എന്നെ കേൾക്ക്, എത്ര അറിവില്ലെങ്കിലും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നാവിന്റെയും ബുദ്ധിയുടെയും നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിൽ കാണാത്ത കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ആത്മാവ് തന്നുകൊണ്ടേയിരിക്കും. സുവിശേഷം പറയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഹൃദയം മാത്രമല്ല, കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഏത് സാഹചര്യത്തിലും. ഞങ്ങൾ ബെൽത്തങ്ങാടിയിൽ ഒരു ധ്യാനം നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ആ ആഴ്ച മുഴുവൻ നല്ല തിരക്കിട്ട ആഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, ഈ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാം. അപ്പോൾ AC ടിക്കറ്റുമാണ്, നന്നായിട്ട് കിടന്നുറങ്ങി വെളുപ്പിനെ ബെൽത്തങ്ങാടിയിൽ ചെന്ന്, അവിടെ പകലാണ് ധ്യാനം. അപ്പോൾ ഇവിടുന്ന് 6 മണിക്കോ മറ്റോ കയറുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ അതിന് കയറി രാവിലെ ചെല്ലത്തുള്ളൂ, കർണാടകത്തിൽ ചെല്ലത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു 7:30 ആയപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള 2 പേരോട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചിരുന്നോ, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മിഡിൽ ബർത്താണ്, ഞാൻ അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവരും ഒരു 10-10:30 ആയപ്പോൾ അവരും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബഹളം കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും കൂടെ എൻ്റെ അപ്പുറത്തുള്ള മിഡിൽ ബർത്തിൽ അവര് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക്
അവര് പിന്നെ കാമുകന്മാരാണോ ഭാര്യാഭർത്താക്കന്മാരാണോ കൂട്ടുകാരെന്നോ എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും അവർ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് വളരെ അടുത്ത് ഇടപഴകി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇതിനെ രണ്ടിനെ കണ്ടു. എന്നെ കണ്ട് അവരും, അവരെ കണ്ട് ഞാനും ഒന്ന് നടുങ്ങി. പിന്നെ ഇനി അപ്പം അങ്ങോട്ട് ഇനി തിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് ഉറങ്ങാൻ ശ്രമിച്ചു. നമ്മളോട് അങ്ങോട്ട് നോക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എപ്പോഴും നോക്കാനൊരു സാധനം വരും. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മളോട് ആരെങ്കിലും എവിടെയെങ്കിലും നോക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് അങ്ങോട്ട് നോക്കാനുള്ളൊരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് മര്യാദയ്ക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാവുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ മിനിറ്റ് മുതൽ എനിക്ക് ഈ സൈഡിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞാലേ ഉറക്കം വരത്തുള്ളൂ. അങ്ങോട്ട് തിരിയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവര് വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലടിച്ച് ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞ് കിടന്നു. ഇനി അങ്ങോട്ട് തിരിയാൻ അതുങ്ങളെ നോക്കാനാണെന്ന് അത് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് തിരിയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ശരീരം കിടന്ന് വാശി പിടിക്കുകയാണ്. എന്തിനാണ്? അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക, അങ്ങോട്ട് കണ്ണടച്ചിട്ട് തുറന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് മോശമാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ കിടക്കുകയാണ്. പക്ഷേ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ചുരുക്കി പറയാമല്ലോ, 3 മണി 4 മണി 5 മണിക്കൊക്കെ അവർ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ പിന്നെ ഉറക്കമാണ് തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന് നേരം വെളുപ്പിച്ചു. എൻ്റെ ഉറക്കമെല്ലാം പോയി. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി ഞാൻ താഴെ വന്നിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവർ രണ്ടുപേരും നല്ല ഉറക്കം. ഞാൻ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ സൂചിക്കണ്ട, എഴുന്നേറ്റ് ഒരു കാര്യം പറയാണ്ട്. ഞാൻ പറഞ്ഞു, ഈ അപ്പുറത്ത് കിടന്നുറങ്ങുന്ന ആ ചെറുക്കനും ഇപ്പുറത്ത് കിടന്നുറങ്ങുന്ന ആ പെണ്ണും ഇപ്പം 2 ബർത്തിലാണെങ്കിലും അവർ ഇന്നലെ 1 ബർത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അവർ മുഴുവൻ വലിയ ചർച്ചകളായിരുന്നു. ചർച്ചയും ചിരിയും കളിയും ബഹളായിരുന്നു. അതുകൊണ്ട് അവരെ വെറുതെ വിടാൻ പാടില്ല. സുവിശേഷകരായ നമ്മുടെ വഴിയിൽ ആര് വന്നാലും അവർ സുവിശേഷം കേൾക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് കണ്ടിട്ട് മലയാളികളെല്ലാം തോന്നുന്നു. അപ്പം എൻ്റെ കൂടെ ഉള്ളവന് ഒരുമാതിരി ഭാഷകളൊക്കെ അറിയാം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, പോൾസൺ ബ്രദറുണ്ട്, വേറൊരാളുമുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇവരോട് 2 പേരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ വേഗം പരിപാടി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എന്താ പരിപാടി? ഇവരോട് സുവിശേഷം പ്രസംഗിക്കണം. നമ്മളെ ശല്യപ്പെടുത്തിയല്ലേ രാത്രിയിൽ. അപ്പോൾ പോൾസൺ ബ്രദർ പെട്ടെന്ന് ബാഗിൽ നിന്ന് യേശു ഏകരക്ഷകൻ എന്നുള്ള ലഘുലേഖ എടുത്ത് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഉടനെ മറ്റവനും വന്നു, 2 പേരും കൂടി. അപ്പോൾ ഇവർ 2 പേരും എല്ലാവരും ഉണന്നല്ലോ. അപ്പോൾ അവർ 2 പേരും അപ്പുറത്ത് വന്ന് ഇപ്പുറത്തുമായിട്ട് ഒരു പരിചയമില്ലാത്തവരെ പോലെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല പരിചയമായിരുന്നു, ഇപ്പോൾ ഒരു പരിചയമില്ല അവർ തമ്മിൽ. അപ്പോൾ എന്താ പറയാ, നിങ്ങൾ നോക്കണം, ഇവർ 2 പേരും കൂടെ, മറ്റേ ആൾക്ക് കുറച്ച് ഈ ലാംഗ്വേജൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. നിങ്ങൾ കേട്ടെ, ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് വളരെ കൗതുകത്തോടെ എൻ്റെ കയ്യിൽ ബൈബിളും വെച്ചിട്ട് ഇവരിങ്ങനെ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ആ ചെറുപ്പക്കാരൻ, അവൻ ആദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അവനോട് പറയുന്നത്. അവന് 2-3 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പതുക്കെ അവൻ്റെ ഫോൺ മാറ്റി വെച്ചിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈശോയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ട് അവൻ തലകുലുക്കി അവനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ പെൺകുട്ടി, അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലത്. അവളുടെ ഫോണിലിരുന്ന് ഒട്ടും ഇഷ്ടപ്പെടാതെ ഓരോ കാര്യം നോക്കിക്കൊണ്ടിരുന്ന് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ അവളും ഫോൺ മാറ്റി വെച്ചിട്ട് അവളും യേശുവിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. 2 പേരുടെ മൊബൈൽ ഫോണിൽ അവരുടെ ഭാഷയിലുള്ള, കർണാടകക്കാരാണ്, അവരുടെ ഭാഷയിലുള്ള കന്നഡ ബൈബിള് ഡൗൺലോഡ് ചെയ്ത് വചനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വെൽത്തങ്ങാടിയിൽ എത്തുന്നത് വരെ 2 പേരോട് സുവിശേഷം പറയുമ്പോൾ ഇവർ 2 പേരും വളരെ ശ്രദ്ധയോടെ സുവിശേഷം കേട്ട് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്, നമ്മുടെ കൺമുമ്പിൽ ദൈവം അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ കൊണ്ടുതരുന്ന എല്ലാവരും സുവിശേഷം കേൾക്കാൻ ദൈവം കൊണ്ടുതരുന്ന ആളുകളാണ് എന്ന് പറയാനാണ്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ചാൽ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചുപോയി കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, സാധാരണ ഈ സെൻസസിൻ്റെ കണക്കനുസരിച്ച് 3.5% ക്രിസ്ത്യാനികളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഒരു 5% കാണും ക്രിസ്ത്യാനികൾ. കുറേ പേരുടെ പേരൊന്നും ലിസ്റ്റിലൊന്നും ഇല്ല. അപ്പോൾ 3.5 എന്തായാലും അതിൽ കൂടുതൽ ക്രിസ്ത്യാനികളുണ്ട്. 5% എന്ന് വിചാരിച്ചു. ഇന്ത്യയിൽ 100 പേരെ എടുത്താൽ അതിൽ 5 പേര് ക്രിസ്ത്യാനികളാണ്.
ഈ 5 പേരിൽ ഒരാൾ 20 പേരോട് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും യേശുവിനെ കുറിച്ച് അറിയും. ഒരാൾ 5 പേരോട് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി അടുത്ത കൊല്ലവും കൺവെൻഷൻ ഉണ്ടാവും. അടുത്ത കൺവെൻഷന് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു ടാർഗറ്റ് ഇടുക. ഞാൻ 365 പേരോട് സുവിശേഷം പറയും, ഞാൻ 100 പേരോട് സുവിശേഷം പറയും, ഞാൻ 10 പേരോട് സുവിശേഷം പറയും. ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഒരു വാഗ്ദാനം തരാം, നിങ്ങൾ ഇന്ന് ആ തീരുമാനം എടുത്ത് ഇന്ന് മുതൽ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടാത്ത ഒരുപാട് മേഖലകൾ തുറക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിരിക്കും എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. സംഭവിച്ചിരിക്കും. അതായത് കർത്താവിന് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഈശോ നമ്മളെ ഓരോ ദിവസവും ബോധ്യപ്പെടുത്തി തരുന്ന അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാര്, സുവിശേഷം പ്രസംഗിക്കാൻ നമ്മൾ തീരുമാനം എടുക്കണം. അങ്ങനെ ഞാൻ ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും. എനിക്ക് കിട്ടിയ, നിങ്ങൾ വലിയ ബൈബിൾ പണ്ഡിതരൊന്നും ആവണമെന്നില്ല, അറിയണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി, എൻ്റെ കർത്താവിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഈ സന്തോഷമുണ്ട്, എനിക്ക് ഈ അനുഗ്രഹങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഇത് നിങ്ങൾക്ക് പറയാം, ആരോടും പറയാം. ഇത് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ആരെയും കാണിക്കാനല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കും, ഒരാളോടെങ്കിലും 5 പേരോടെങ്കിലും 10 പേരോടെങ്കിലും ഞാൻ സുവിശേഷം പ്രസംഗിക്കും എന്ന് ആത്മാവിൽ ഒരു ധൈര്യം കിട്ടുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ യേശുവിനെ കുറിച്ച് പറയും, ഞാൻ സുവിശേഷം പങ്കുവെക്കും. എല്ലാവരും എഴുന്നേക്കരുത്. ആ ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കർത്താവിനെ കുറിച്ച് ഞാൻ പങ്കുവെക്കും എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവ് ഒരു ബോധ്യം തരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. പ്രിയമക്കളെ, കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഇന്ന് ഈ തീരുമാനം എടുക്കാൻ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഈ സമയം, ഇപ്പൊ സമയം 8 മണി, 2024 മെയ് 12 രാത്രി 8 മണി, വീട്ടിൽ ചെന്നിട്ട് എഴുതി വെച്ചു. 2024 മെയ് 12 8 PM ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായി മാറിയിരിക്കും. ഈ മിനിറ്റ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ജീവിതത്തിൽ ഈ സമയം, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ജീവിക്കുന്നവനാണെന്ന് നിങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തി തന്നിരിക്കും. കാരണം സ്വർഗത്തിന് അത്രയും ഇഷ്ടമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ഇരിക്കാം. ഒരു കാര്യം കൂടി ഞാൻ സമാപനമായിട്ട് അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ദേവാലയങ്ങളിൽ ഞായറാഴ്ചകളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞായറാഴ്ച കുർബാന മുടക്കുന്നത് കുമ്പസാരിക്കേണ്ട പാപമാണ്. ഞാൻ എന്താ പറഞ്ഞേ, മറന്നുപോയി. ഞായറാഴ്ച കുർബാന മുടക്കുന്നത് കുമ്പസാരിക്കേണ്ട പാപമാണ് എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ചയിലും കടമുള്ള ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാതിരിക്കുന്നത് ലഘുപാപമല്ല, നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നൊരു കേസല്ല. അത് കർത്താവ് തന്നെ ആ പാപം മോചിക്കണം. അത് ഞാൻ പറയാൻ കാരണം, ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ കുമ്പസാരിക്കാതെ അടുത്ത ഞായറാഴ്ച കുർബാന സ്വീകരിക്കാൻ അനുവാദം ഇല്ല. അത് തെറ്റാണ് എന്ന് ഓർത്തിരിക്കണം. ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ കുമ്പസാരിക്കാതെ അടുത്ത ഞായറാഴ്ച പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അനേകം മക്കള് വല്ലപ്പോഴേ വരുത്തുള്ളൂ, പക്ഷെ വരുമ്പോഴെല്ലാം കുർബാന സ്വീകരിക്കും. അനേക ആളുകൾ നമ്മുടെ മാത്രൊരു പ്രത്യേകതയാണത്. വല്ലപ്പോഴേ വരുത്തുള്ളൂ, എല്ലാ ഞായറാഴ്ചയും വരുത്തില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഞായറാഴ്ച പോയിട്ട് പിറ്റേ ഞായറാഴ്ച ഒരു മനസാക്ഷി കുത്തമില്ലാതെ വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. പറഞ്ഞിട്ടുണ്ട് വചനം, നിങ്ങളിൽ പല രോഗികളായതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. എന്താണ്? അയോഗ്യതയോടെ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ഞായറാഴ്ച കുർബാന മുടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമാവരുത്. ഞായറാഴ്ചകളിൽ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് അത് ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.